ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നിങ്ങളൊന്ന് ജപ്പാനിൽ പോയി വിചാരിക്കുക. അവിടുത്തെ ഒരു ടൗണിൽ നിങ്ങൾ നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എവിടേക്കാ പോകേണ്ടതെന്ന് അറിയില്ല, ബസ് സ്റ്റേഷൻ എവിടെയെന്ന് അറിയില്ല, കറൻസി എക്സ്ചേഞ്ച് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒന്നും അറിയാതെ പകച്ചു നിൽക്കുന്നൊരവസ്ഥ. ഇതുപോലത്തെ ഒരു അവസ്ഥ നിങ്ങളുടെ ബിസിനസ്സിൽ വന്നിട്ടുണ്ടോ? ഇല്ലെന്ന് പറയാൻ വരട്ടെ. പുതുതായിട്ടൊരു കമ്പനിയിൽ നിങ്ങളുടെ ഒരു എംപ്ലോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് JD അഥവാ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ടോ? അവർ കൃത്യമായിട്ടുള്ള പ്രോസസ്സുകളെ കുറിച്ചിട്ടോ അവർ റിപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തെ കുറിച്ചോ അവരെ പഠിപ്പിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അതിനെല്ലാം ഉള്ള ഉത്തരമാണ് SOP അഥവാ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. എന്താണ് SOP അഥവാ വാട്ട് ആർ SOPs? എക്സാമ്പിളിൽ പറയാം, നിങ്ങൾ ഒരു കഫ്തീര നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. അവിടെ ഈ സ്റ്റാഫുകൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്, നിങ്ങളുടെ കോഫിയുടെയും നിങ്ങളുടെ ടീയുടെയും ഒക്കെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഈ ഡ്രിങ്ക്സ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വെച്ചു എന്ന് വിചാരിച്ചോ. അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് സർവീസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചെന്ന് വിചാരിച്ചോ. നൈറ്റിൽ ഈ ഷോറൂം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചെന്ന് വിചാരിച്ചോ. ഇതിനെ പറയുന്ന പേരാണ് SOP എന്ന് പറയുന്നത്. വൈ SOPs മാറ്റർ? SOP അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെക്ഡോണൽഡ്സിന്റെ കൗണ്ടറിൽ ലോകത്തിൽ എവിടെ വേണമെങ്കിൽ പോക്കോ, അവിടെ പോയിട്ട് ഒരു ബർഗർ കഴിച്ചാൽ അതിന് സെയിം ടേസ്റ്റാണ്. എന്താ കാരണം? ഈ എങ്ങനെയാണ് ബർഗർ ഉണ്ടാക്കുക എന്നുള്ളൊരു SOP അവിടെ കൃത്യമായിട്ടുണ്ട്. അവരത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കാൻ വേണം. അതേപോലെ ഇപ്പോൾ എറണാകുളത്ത് എനിക്ക് പരിചയമുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്. അവർ ഒരു 51 ചെക്ക് ലിസ്റ്റ് ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ അവരെന്ത് ചെയ്യാൻ വെച്ചാൽ ഏതൊരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്തും ഈ 51 ചെക്ക് ലിസ്റ്റും അവർ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏത് സൈറ്റ് എഞ്ചിനീയർ മാറി വന്നാലും ഒരു പ്രശ്നവും അവർക്കില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു SOP ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? വളരെ സിമ്പിളാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കുകളെ എഴുതി വെക്കുക എന്നുള്ളതാണ്. സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക. ആദ്യം ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ വരും, ചില എററൊക്കെ വരും, അത് വീണ്ടും ചെയ്യുക, അത് പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, നമ്മുടെ മൈൻഡ് മാസ്റ്ററി ഹബ് എന്ന് പറയുന്ന നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്തേക്ക് ജോയിൻ ചെയ്യാനും ഫ്രീ ആയിട്ടുള്ള വെബിനാർ അറ്റൻഡ് ചെയ്യാനും താഴത്തുനിന്ന് ജോയിൻ എന്ന് കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.